ഇന്ദ്രപ്രസ്ഥത്തിലെ രാജകൊട്ടാരത്തിന് മുൻപിൽ രഥം നിന്നു. ഞാൻ ഇറങ്ങി. കർണൻ വിനയത്തോടെ കൈകൂപ്പി. ദേവി, എനിക്ക് വിട തരൂ. അവിടുത്തെ അമൂല്യമായ ജീവിതം രക്ഷിക്കുവാൻ അവസരം ലഭിച്ചതിൻ്റെ എൻ്റെ പരമമായ ഭാഗ്യം തന്നെയാണ്. വെള്ളത്തിൽ ഒഴുകിപ്പോകുമ്പോൾ എന്നെ തിരിച്ചറിയുകയോ സൂതപുത്രനാണെന്ന് മനസ്സിലാക്കി എൻ്റെ സഹായം നിരസിക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു. ഈശ്വരകൃപയാൽ ആ സമയത്ത് നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് രക്ഷിക്കുവാൻ കഴിഞ്ഞു. കർണൻ്റെ സ്വരത്തിൽ ബാലസുലഭമായ പരിഭവം ഉണ്ടായിരുന്നു. അനായാസേന ഞാൻ പറഞ്ഞു, അന്നത്തെ സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ചിലപ്പോൾ അജ്ഞത കാരണം ഒരാൾ മറ്റൊരാളിൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കും. മനുഷ്യൻ പരിതസ്ഥിതിയുടെ അടിമയാകുന്നു. കർണൻ പറഞ്ഞു, ഞാനും പരിതസ്ഥിതിയുടെ ദാസനായിരുന്നു. എന്നാൽ അത് സ്വയംവര ദിവസം വരെ മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ പരിതസ്ഥിതിയുടെ അധിപനാകുമെന്ന് പ്രതിജ്ഞ ചെയ്തു. മനുഷ്യന് തൻ്റെ പരിശ്രമത്തിൻ്റെയും പൗരുഷത്വത്തിൻ്റെയും ബലത്തിൽ പരിതസ്ഥിതിയെ നിയന്ത്രിക്കുവാൻ കഴിയും. അതിനെ മാറ്റിയെടുക്കുവാൻ കഴിയുമെന്ന് ലോകത്തിൽ കാണിച്ചു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കാരണമാണ് ഞാൻ ഈ പ്രതിജ്ഞ എടുത്തത്. അതിനാൽ നിങ്ങൾ എനിക്ക് അഭിവാദ്യനാണ്. കർണന്റെ സ്വരത്തിൽ എന്നോടുള്ള പരിഹാസവും, അതായത് ഒരിച്ചിരി പരിഹാസവും കുരുത്തിയെക്കുറിച്ചുള്ള അഹങ്കാരവും തുളുമ്പി നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കി. സംഭാഷണം നീട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇന്നത്തെ സഹായത്തിന് നന്ദി. അങ്ങയുടെ സഹായത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കാര്യം ഞാൻ അമ്മയോട് പറയാം. കർണൻ ചിരിച്ചു. ഞാനിന്ന് വാസ്തവത്തിൽ സൂതപുത്രനെ ജോലി ചെയ്തെന്നേ ഉള്ളൂ. സൂതപുത്രനല്ലാതെ വേറെ ആരെങ്കിലും നായാട്ടിന് വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളെ രഥത്തിലിരുത്തി രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകുമോ? ആ ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് കർണൻ എന്നെ പരിഹസിക്കുന്നു. അന്നത്തെ മുറിവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എത്ര ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു. അതിലെനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമായിരുന്നു? ഞാൻ പറഞ്ഞു, ഒരർത്ഥത്തിൽ ഞാൻ അങ്ങയുടെ ശത്രുവാണു. എന്നിട്ടും അങ്ങൻ്റെ പ്രാണൻ രക്ഷിച്ചു. ഈ ഉപകാരം മറക്കുവാൻ കഴിയുകയില്ല. ഞാൻ എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു. കർണന്റെ പരിചാരികയായ അസ്മിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശത്രുവിനെ ജീവനോടെ നിർത്തിക്കൊണ്ടാണ് ലക്ഷ്യം സാധിക്കുന്നത്. കൊന്നിട്ടില്ലെന്ന് പറയപ്പെടുന്നു. കർണന്റെ പ്രവൃത്തികളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് ആർക്കറിയാം? പെട്ടെന്ന് എൻ്റെ ഹൃദയം അശുഭകരമായ ആശങ്കയാൽ വിറച്ചു. അഹങ്കാരിയായ പുരുഷന് പ്രതികാരത്തിൻ്റെ ലഹരി എത്ര ഭയങ്കരമായി വ്യാപിക്കാമെന്ന് എനിക്കറിയും. എന്നാലും വെള്ളത്തിൽ നിന്ന് കരകയറി തീയെ നേരിടേണ്ടി വരുന്നതെന്ന് ആർക്കറിയാം? കൃഷ്ണൻ വന്നെന്ന് കേട്ടു. കൃഷ്ണന്റെ വരവ് ഉദ്യാനത്തിൽ പൂവ് വിരിയുന്നത് പോലെ തുല്യമാണ്. പൂവ് വിരിയുമ്പോൾ സുഗന്ധം പരക്കും. പൂവിനെ കണ്ടില്ലെങ്കിലും പൂവ് വിരിഞ്ഞ വിവരം അങ്ങനെ അറിയുവാൻ ഇടയാകുന്നതാണെന്നും നമുക്കറിയാമല്ലോ. പൂവിൻ്റെ ഗന്ധമാണ് പ്രധാനം. പൂവിനെ കൈവശമാക്കണമെന്ന ആസക്തി മനസ്സിൽ ഉണരുന്നില്ല. പൂവ് അകലെയാണെങ്കിലും വലിയ അന്തരമുണ്ടാവുകയില്ല. ഗന്ധം അടുത്തതും മനസ്സിനെ സുഗന്ധപൂരിതമാക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന്റെ ആഗമന വാർത്ത തന്നെ വേണ്ടുവോളമായി. അദ്ദേഹത്തെ കാണാതെ തന്നെ ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. കണ്ണടച്ചാലും എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയും. അന്ന് ജലക്രീഡ കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം എനിക്ക് അസുഖം പിടിപെട്ടു. ആ സമയത്ത് നദിയിലുള്ള കുളി, മുങ്ങി മരിക്കാറായപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതിൻ്റെ മാനസിക ഘാതം, ദുശാസനന്റെ പരിഹാസ വചനങ്ങൾ, കർണനുമായുള്ള സംഭാഷണം, ഇവയെല്ലാം എന്നെ വിഷാദമഗ്നനാക്കി. ശരീരത്തേക്കാൾ കൂടുതൽ ക്ലേശം മനസ്സിനുണ്ടായി എന്ന് വേണം പറയാൻ. കൃഷ്ണൻ വരുന്നത് കേട്ടപ്പോൾ എൻ്റെ രോഗം പകുതി മാറി. മനസ്സ് ചഞ്ചലമായി. അദ്ദേഹം എന്തിനാണ് വന്നത്? അദ്ദേഹത്തിൻ്റെ സഖാവ് ഇവിടെ ഇല്ലെന്നറിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇന്ന് പെട്ടെന്ന് വന്നതിൻ്റെ ഉദ്ദേശം? അടുത്ത നിമിഷം ഏതോ ആശങ്കയാൽ മനസ്സമർന്നുപോയി. അർജുനനെ പറ്റി എന്തെങ്കിലും വാർത്തയുമാണോ അദ്ദേഹം വന്നിരിക്കുന്നത്? ശുഭമോ അശുഭമോ? അധികം ആലോചിച്ചില്ല. ഞാൻ കൃഷ്ണനെ സ്വീകരിക്കുന്നതിൽ മുഴുകി നിന്നു. മായ കൃഷ്ണനെ താമസിക്കുവാൻ അതിഥി മന്ദിരത്തിൽ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു. അദ്ദേഹം അവിടെ വിശ്രമിക്കുകയാണ്. സന്ധ്യാസമയത്ത് കാണാമെന്ന് മായയോട് പറഞ്ഞയച്ചു. എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമുണ്ടെന്നും അറിയിക്കുകയും ചെയ്തു. മായ മൃദുവായി ചിരിച്ചു. അർജുനന്റെ സാന്നിധ്യത്താൽ മഹാറാണി ദുഃഖിതയാണെന്ന വാർത്ത കേട്ടു. കൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് ഓടിയെത്തിയതാണ്. അർജുന വിരഹത്താൽ സന്തപ്തയായ കൃഷ്ണയുടെ ദുഃഖം ശമിപ്പിക്കുവാനുള്ള കഴിവ് ശ്രീകൃഷ്ണനല്ലാതെ മറ്റാർക്കുണ്ട്? ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും ഗാഢമൈത്രി ലോകപ്രസിദ്ധമാണ്. അർജുനൻ ശ്രീകൃഷ്ണൻ അർപ്പിക്കാതെ പുഷ്പഗന്ധം പോലും ആസ്വദിക്കുകയില്ല. തൻ്റെ ശ്വാസവായു പോലും ആദ്യം ശ്രീകൃഷ്ണൻ അർപ്പിക്കുകയാണ് പതിയെ. മായയുടെ വ്യംഗ്യം എനിക്ക് മനസ്സിലായി. എന്നാൽ കൃഷ്ണയുടെ ദുഃഖം ശമിപ്പിക്കുന്ന കാര്യം വളരെ വൈകിയാണ് കൃഷ്ണൻ ഓർമ്മ വന്നത്.
അർജുനന് മടങ്ങി വരുവാൻ ഇനി ഒരു കൊല്ലമേ ബാക്കിയുള്ളൂ. വിരഹയാതന ഇനിയും അധികമേ. ഞാൻ ഭർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മുഴുകി തുടങ്ങി. ഇനി ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കത്തക്കവണ്ണം പ്രേമപാശത്താൽ ബന്ധിക്കും. ഉലൂബിയെയും ചിത്രാംഗതയെയും ഒരിക്കലും ഓർമ്മിക്കാതിരിക്കത്തക്കവണ്ണം ഞാൻ അദ്ദേഹത്തെ പ്രേമബദ്ധനാക്കും. ഇന്ദ്രപ്രസ്ഥത്തിൽ മടങ്ങിയെത്തിയതിനു ശേഷം അർജുനൻ കൃഷ്ണൻ്റേതാ. ഇന്ദ്രപ്രസ്ഥത്തിൽ അങ്ങനെ തന്നെ തുടരും. അദ്ദേഹത്തിൻ്റെ സ്മരണമണ്ഡലത്തിൽ പോലും ഒരു സ്ത്രീ കടന്നു വരുന്നതെന്ന് ഞാൻ സഹിക്കുകയില്ല. കുറഞ്ഞപക്ഷം ഇന്ദ്രപ്രസ്ഥത്തിലെ കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴേക്ക്. കഴിഞ്ഞ 11 വർഷം അർജുനനെ ഓർമ്മിച്ചതിനേക്കാൾ കൂടുതൽ കൃഷ്ണനെ ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തെ വിളിച്ചെത്തില്ല. ഇന്ന് കൃഷ്ണൻ സ്വയം എത്തിച്ചേർന്നിരിക്കും. ആദ്യം എനിക്ക് അർജുനൻ്റെ സുഖവിവരങ്ങൾ അറിയണം. എൻ്റെ മനോഗതം മനസ്സിലാക്കിയ മായവർ അർജുനൻ്റെ സുഖവിവരവും കൊണ്ടാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത്. അർജുനൻ ഇപ്പോൾ ദ്വാരകയിലെ അതിഥിയാണ്. ഒരു വർഷക്കാലം അവിടെ കഴിഞ്ഞ ശേഷം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങും. മനസ്സ് പ്രസന്നമായി. അർജുനൻ ദ്വാരകയിലാണെങ്കിൽ ഉത്കണ്ഠയിൽ ആവശ്യമേ ഇല്ല. പക്ഷെ ഒരു ചോദ്യം, അർജുനൻ ദ്വാരകയിലുണ്ടെങ്കിൽ കൃഷ്ണൻ ഇവിടെ വന്നത് എന്തിന്? ക്ഷീണവും അസുഖവും ഉണ്ടായിരുന്നിട്ടും പാചകശാലയിൽ പോയി മഹാനായ അതിഥിക്ക് ഭക്ഷണം തയ്യാറാക്കി. സന്ധ്യാദീപം കൊളുത്തി നമസ്കരിച്ചു. അപ്പോൾ കൃഷ്ണൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നീലത്താമര പോലുള്ള പാദങ്ങൾ തൊട്ടു വന്നിച്ചു. എന്നാൽ എൻ്റെ കൈകൾ ആ പാദങ്ങളിൽ നിന്ന് പിടിവിടുന്നില്ല. ഏറെ നേരം ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. എൻ്റെ ചേതനയും ചിന്തയും മനസ്സും ഹൃദയവും ആത്മാവും മമതാബോധവും എല്ലാം കൈകളിലൂടെ ആ പാദങ്ങളിലേക്ക് ഞാൻ ഒഴുകി. ഞാൻ എൻ്റേതല്ലാതായി തീർന്നു. എൻ്റെ ഉള്ളിൽ ദുഃഖമോ സുഖമോ ആശയോ നിരാശയോ സ്വപ്നമോ ഭാവനയോ ഒന്നുമില്ലാതെയായി. ഞാൻ അന്തരീക്ഷത്തിൽ കിടന്ന് ആടുകയാണെന്ന് തോന്നി. എൻ്റെ അസ്തിത്വം തന്നെ മാറുന്നത് പോലെ. അനുനിമിഷം മുകളിലേക്ക് കയറും. നീന്തി എത്ര ഉയരത്തിലെത്തിയെന്ന് അറിഞ്ഞുകൂടാ. ഇടയ്ക്ക് മായ കുഴപ്പമുണ്ടാക്കി. അവൾ എന്നെ പിടിച്ചുയർത്തി. അർജുനൻ്റെയും കൃഷ്ണൻ്റെയും പാദങ്ങൾ ഒരേപോലെയാണ്. ചിലപ്പോൾ രുക്മിണിക്കും സത്യഭാമിക്കും പോലെ തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. ഒരു കപട ചിരിയോടെ അവൾ പറഞ്ഞതെല്ലാം ഞാൻ സസന്തോഷം കേട്ടു. ഞാൻ ലജ്ജിച്ചു പോയി. മായയോട് ദേഷ്യം തോന്നി. കൃഷ്ണൻ മൃദു മന്ദഹാസത്തോടെ ചോദിച്ചു, സുഖമല്ലേ? ഞാൻ പരിഭവത്തോടെ പറഞ്ഞു, അത് സഖാവിനറിയാമല്ലോ. കൃഷ്ണൻ സഹാനുഭൂതി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അർജുനനെ ഓർമ്മിച്ചത് ഉണങ്ങിക്കമ്പ് പോലെ ആയല്ലോ. ഞാൻ ഔത്സല്യത്തോടെ ചോദിച്ചു, അദ്ദേഹം എങ്ങനെയിരിക്കുന്നു? സുഖമാണ്. കൃഷ്ണൻ ഉദാരസ്വരത്തിൽ പറഞ്ഞു, സഖാവും നിങ്ങളെ ഓർമ്മിച്ച് ഇങ്ങനെയായി തീരുമായിരുന്നു. എന്നാൽ അദ്ദേഹം വനവാസ ദുഃഖം അനുഭവിക്കാതിരിക്കുവാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോൾ ദ്വാരകയിലുണ്ട്. 1 വർഷം കഴിഞ്ഞ് പ്രതിജ്ഞ പൂർത്തിയാക്കും. എന്നിട്ട് അഭിമാനത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരികയും ചെയ്യും. ആനന്ദത്തിൻ്റെ അപൂർവധാര ഹൃദയത്തിലെ ശൂന്യതയുടെ പാട് മായ്ച്ചു കളഞ്ഞു. എൻ്റെ ഹൃദയം പവിത്രമായ പ്രേമധാരയിൽ നീതി തുടിച്ചു. ഈ വർഷം എനിക്ക് സന്യാസത്തിൻ്റെ വർഷമാണ്. ഇത് അർജുനൻ്റെ കൂടെയുള്ള ദാമ്പത്യ ജീവിതം നയിക്കുവാനുള്ള വർഷമാണ്. ഞാൻ ഒറ്റയ്ക്ക് രാത്രി കഴിച്ചുകൂട്ടും. ജീവലോകം മുഴുവൻ ഉറക്കത്തിൽ അമർന്നു കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഉറക്കം വിലക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കിടപ്പറയിൽ നിന്ന് പുറത്തു വന്നു. അല്പം സ്വതന്ത്രമായി ശ്വസിക്കാം. എന്നാൽ ഇതെന്താണ്? അർജുനൻ്റെ ശയനമുറിയിൽ അരണ്ട വിളിച്ച്. അർജുനൻ സഖാവിൻ്റെ പിറകെ ഇവിടെ എത്തിയോ? കൃഷ്ണഗത പ്രാണനായ അർജുനന് ഇതും അസാധ്യമല്ല. കൃഷ്ണന് വേണ്ടി അദ്ദേഹം പ്രതിജ്ഞ ലംഘിക്കുവാനും തയ്യാറാകും. അർദ്ധരാത്രിയിൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണുവാൻ വന്നതായിരിക്കും. ഒരുപക്ഷെ സൂര്യോദയത്തിനു മുൻപ് മടങ്ങിപ്പോയേക്കും. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഉചിതമാണോ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തിന് മുൻപിൽ ഔചിത്യ ചിന്ത ശിഥിലമായി പോയി. അദ്ദേഹം എന്നെ കാണണ്ട. എന്നെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ 12 വർഷത്തെ ബ്രഹ്മചര്യ വ്രതത്തിന് ഭംഗം നേരിടും. ഞാൻ മറഞ്ഞു നിന്ന് അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിൽ എന്താണ് തെറ്റ്? കാലച്ച് കേൾപ്പിക്കാതെ ഞാൻ അർജുനൻ്റെ ശയനമുറിയുടെ നേർക്ക് നടന്നു. ചുറ്റിനും നിലാവിൻ്റെ വായാലോകം. എല്ലാം സുന്ദരം, മനോഹരം, സ്വപ്നമയം. അർജുനൻ്റെ ശയനമുറിയുടെ നേർക്ക് ആരോ ഒരുവൾ നടന്നു. ആരാണ് ഈ മായാവിനി? അർജുനൻ്റെ ശയനമുറിയിൽ ഈ പാതിരാത്രിയിൽ ഇവൾക്കെന്ത് കാര്യം? മുഖാമുഖം കണ്ടു. ഞാൻ ചോദിച്ചു, മായേ, ഇത്ര ഇരുട്ടിയ ശേഷം നിനക്ക് അർജുനൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം എന്താണ്? മായ ചിരിച്ചു. മഹാറാണി, എല്ലായിടത്തും അർജുനനെ കാണുന്നത് പോലെ ഞാനും എല്ലായിടത്തും ശ്രീകൃഷ്ണനെ കാണും. അദ്ദേഹമുള്ളിടത്ത് ഞാനുമുണ്ട്. അതിൽ ആശ്ചര്യപ്പെടുവാൻ എന്തിരിക്കുന്നു? മായ ചിരിച്ചു. ഒരുപക്ഷെ അർജുനൻ വന്ന വാർത്തയുമായി അവൾ കൃഷ്ണന്റെ അടുത്ത് പോകുമെന്നായിരിക്കും. ഞാൻ ഒച്ചയുണ്ടാക്കാതെ വാതായനത്തിനരികിൽ നിന്നു.
അപ്പോൾ കണ്ടു, അർജുനൻ സുഖമായി കട്ടിലിൽ കിടക്കുന്നു. കിളിവാതിലിലൂടെ അരച്ചിറങ്ങിയ നിലാവിൽ അദ്ദേഹത്തിൻ്റെ വടിവത്ത ശരീരം കാണപ്പെട്ടു. ആ ശ്യാമ ശരീരത്തിൽ നിലാവെളിച്ചം തണുത്ത ലോപനം പൂശുകയാണെന്ന് തോന്നി. ഞാൻ പതുങ്ങി പതുങ്ങി വാതിൽക്കലെത്തി. പകുതി തുറന്ന വാതിലിലൂടെ അകത്തെ സുഗന്ധം പുറത്ത് വരാന്തയിലേക്ക് പരക്കുന്നുണ്ടായിരുന്നു. ഉദ്യാനത്തിലെ സർവ്വപുഷ്പങ്ങളുടെയും ഗന്ധം ശേഖരിച്ച മന്ദമാരുതൻ അർജുനന്റെ ശയ്യക്കരിയെ കൊണ്ടെത്തിച്ചതായിരിക്കും. ഞാൻ നിശബ്ദനായ അർജുനന്റെ വാതിൽക്കൽ നിന്നു. ആരെങ്കിലും കാണുമെന്ന ചിന്തയിൽ എന്നെ അൽക്കയില്ല. അർജുനൻ വനവാസത്തിന് പോയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയുവാനുള്ള ഊഴമാണിത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ക്രമേണ മുറിയിൽ നിന്നും കൃഷ്ണന്റെ ഗന്ധം ഒഴുകി വന്നു. അതിൻ്റെ ചേതനയെ ആച്ഛാദനം ചെയ്യും. എൻ്റെ സമസ്ത സ്നായു ഗ്രന്ഥങ്ങളിലും അപൂർവമായ ഒരു സ്വർഗീയ സ്പന്ദനമുണ്ടാകും. അർജുനന്റെ കട്ടിലിൽ കൃഷ്ണനും കിടക്കുന്നു. ഇത്രയും നേരം കൃഷ്ണനെ അർജുനനാണെന്ന് ധരിച്ച് ഞാൻ അവിസാരക വേഷത്തിൽ വാതിൽക്കൽ നിൽക്കുന്നു. കൃഷ്ണനെങ്ങാനും ഉണർന്നെങ്കിൽ എന്തു വിചാരിക്കുമായിരുന്നു? മടങ്ങിപ്പോരുവാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു. പക്ഷേ കാലുകൾ നിശ്ചലങ്ങളായി. കൃഷ്ണന്റെ ശൈകേറിയിൽ അനന്തകാലം വരെ നിന്നാലും അവ ക്ഷീണിക്കുകയില്ല. കൃഷ്ണന്റെ അത്ഭുതകരമായ ആകർഷണ ശക്തി അതിനു മുൻപിൽ പലതവണ ഞാൻ തോൽവി സമ്മതിക്കുന്നു. അനായാസം അദ്ദേഹവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ദേഹത്തിൻ്റെ പരിധി വിട്ട ആത്മാവ് മുക്തമാവും. ദേഹം ഉപേക്ഷിച്ച് മോഹയായി തീരുവാൻ മനസ്സാഗ്രഹിക്കും. ദേഹിയായി തീരുവാൻ മനസ്സാഗ്രഹിക്കുന്ന ഈ നിമിഷത്തെ കൃഷ്ണന്റെ പ്രേമത്തിൽ അലിഞ്ഞു ചേരാമായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം വിസ്മരിക്കുമായിരുന്നു. അങ്ങനെ എത്ര നേരം നിന്നെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പ്രഭാത പക്ഷിയുടെ കളകൂചനം കേട്ട് കൃഷ്ണൻ ഉണർന്നു. എനിക്ക് മടങ്ങിപ്പോളാം. ഞാൻ തിരിഞ്ഞു. കൃഷ്ണൻ മുനിനിർവൃക്കുകയായിരുന്നു. മധുരസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, സഖി, രാത്രി മുഴുവൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നോ? വലിയ ക്ലേശമായി കാണും. ഞാനും പോകുവാൻ പറഞ്ഞില്ല. നിങ്ങൾ അവിടെ നിന്നത് കാരണം എനിക്ക് ഉറങ്ങുവാനും കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങളുടെ ഈ മനോഹരമായ സാന്നിധ്യം ഉറക്കത്തേക്കാൾ ശാന്തിദായകമാണ്. ഞാൻ ലച്ചുകൊണ്ട് കൂമ്പിപ്പോയി. അർജുനൻ മടങ്ങി വന്നെന്ന് ധരിച്ചാണ് ഞാൻ വന്നത്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖാവില്ലാതെ ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എങ്ങനെ കഴിയും? അതുകൊണ്ടാണ് അയാളുടെ മുറിയിൽ ഉറങ്ങുവാൻ സൗകര്യപ്പെടുത്തണമെന്ന് ഞാൻ മായയോട് പറഞ്ഞത്. കുറഞ്ഞപക്ഷം സഖാവിൻ്റെ കട്ടിലിൽ കിടന്നാൽ അയാളുടെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ട് കിടക്കാമെന്ന് കരുതി. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുറിയുടെ അടഞ്ഞ വാതിൽക്കൽ കൃഷ്ണ രാത്രി മുഴുവൻ മൗനമായി നിൽക്കുന്നുണ്ടെന്ന് ഞാൻ അർജുനനോട് പറയാം. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ചിലപ്പോൾ അർജുനനോട് അസൂയ തോന്നാറുണ്ട്. കൃഷ്ണന്റെ ചാടുവാക്കുകൾ കേട്ട് എനിക്ക് ഉല്ലാസവും തോന്നിയില്ല. അദ്ദേഹം സമൃദ്ധനാണെന്നും മറ്റുള്ളവരുടെ മനസ്സറിയുവാൻ വിദഗ്ധനാണെന്നും എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ കഴിയുന്നതും അദ്ദേഹത്തിൻ്റെയും എന്നത്തെയും ശീലമാണ്. ഞാൻ അർജുനനെ കാണുവാൻ വന്നതാ. പക്ഷേ കൃഷ്ണന്റെ മായയിൽപ്പെട്ട് രാത്രി മുഴുവൻ നിർവേദ ഭേദത്താൽ നിന്നുപോയി. മടങ്ങുമ്പോൾ പരിഭവം നിറഞ്ഞ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, ദയവായി അങ്ങയുടെ സഖാവിൻ്റെ മുമ്പിൽ കൃഷ്ണ എന്ന പേര് പോലും ഉച്ചരിക്കരുത്. അദ്ദേഹത്തിൻ്റെ വ്രതഭംഗം സംഭവിച്ചാലും കൃഷ്ണയിൽ നിന്ന് അകന്ന ശേഷവും അദ്ദേഹം ധാരാളം പുണ്യം സമ്പാദിച്ചു എന്ന് കേട്ടു. ഇപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അതിഥിയാണ്. അവിടെ കൃഷ്ണയ്ക്കെന്ത് സ്ഥാനം? അദ്ദേഹം എൻ്റെ തുളുമ്പുന്ന കണ്ണുകൾ കണ്ടു. എന്നിട്ട് പറഞ്ഞു, പരിഭവം തുളുമ്പുന്ന ഈ കണ്ണുകൾ കാണുവാൻ അർജുനൻ ഇവിടെ ഇല്ലല്ലോ. പാവം, എനിക്ക് അയാളോട് ദയ തോന്നുന്നു. പ്രേയസിയുടെ പ്രേമത്തേക്കാൾ വലുതാണ് അവളുടെ പരിഭവം. കാമുകന് മാത്രമേ അത് മനസ്സിലാകൂ. അർജുനന് മനസ്സിലാകുമോ എന്തു? അദ്ദേഹം കടാക്ഷിക്കുറിച്ചുകൊണ്ട് ചിരിച്ചു. ഞാനൊരു നിമിഷം കാമുകിയുടെ പരിഭവത്തോടെ അദ്ദേഹത്തോട് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. ഗുരുപത്നി ഹരിത ദ്രോണാചാര്യരുടെ രണ്ടാം ഭക്തിയാണ്. ഭാര്യ എന്ന് പറയുന്നത് മുഴുവൻ ശരിയാകിയില്ല. ബന്ധു എന്ന് പരിചരിക്കുകയെന്നോ സേവികയെന്നോ ധാത്രിയെന്നോ സഹപ്രവർത്തകയെന്നോ പറയുന്നതായിരിക്കും ഉചിതം. ദ്രോണാചാര്യരുടെ പ്രാണപ്രിയ, കൃപാചാര്യരുടെ സഹോദരി കൃപി. അകാല ചരമം അടയുമ്പോൾ ഏകമകൻ അശ്വത്ഥാമാവൻ ഏതാനും മാസം പ്രായമേ ആയിട്ടുള്ളൂ. അവനെ വളർത്തുന്നതിനു വേണ്ടി ദ്രോണാചാര്യൻ ഹരിതയെ വീണ്ടും വിവാഹം ചെയ്തു. ദ്രോണാചാര്യരുടെ വീട്ടിൽ ധാത്രിയുടെ സേവികയുടെയും സ്ഥാനമാണ് തനിക്ക് ലഭിക്കുവാൻ പോകുന്നതെന്ന് ഹരിതയ്ക്ക് ആദ്യം മുതൽതേ അറിയാമായിരുന്നു. ഞാൻ ഉന്മത്തനായ ദ്രോണാചാര്യരുടെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീയുടെ ആവശ്യമില്ലായിരുന്നു. കൃപയുടെ മരണശേഷം അദ്ദേഹവും എല്ലാ സ്ത്രീകളെയും അമ്മയും സർവ്വസംഭവമായ ഭൂമിയും മാത്രമേ കണ്ടിരുന്നുള്ളൂ. രണ്ടാം ഭാര്യ ഹരിതയെപ്പോലും ഒരിക്കലും വികാരഭരിതമായ ഹൃദയത്തോടെ നോക്കിയിട്ടില്ല. ഹരിതയുടെ ജീവിതം ഒരു തരത്തിൽ സന്യാസ ജീവിതം തന്നെയായി. ഭർത്താവിന് അവളെ കൊണ്ട് അശ്വത്ഥാമാവ് കാരണമുള്ള ആവശ്യമേ ഉണ്ടായിരുന്നു. ദ്രോണാചാര്യർ പുത്രസ്നേഹത്താൽ അന്ധനാണെന്ന് പറയാം. ആ പുത്രന് വേണ്ടി മിത്രമായ ദ്രുപദനോട് കാമദേവനെ ആവശ്യപ്പെടുവാൻ അദ്ദേഹം മടിച്ചില്ല. തന്മൂലം സഹിക്കേണ്ടി വന്ന അപമാനവും കുറച്ചൊന്നുമല്ല.
അശ്വത്ഥാമാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ദൗർബല്യം. അതുകൊണ്ട് ഹരിതയ്ക്ക് സന്താനങ്ങൾ ഉണ്ടാകരുതെന്ന് ദ്രോണാചാര്യർ ആഗ്രഹിച്ചു. ഹരിതയ്ക്ക് സന്താനങ്ങൾ ഉണ്ടായാൽ അവൾ അശ്വത്ഥാമാവിൻ്റെ രണ്ടാനമ്മയാകും. ഈ ഭയം മൂലം ആചാര്യൻ ഹരിതയെ മോഹത്തിൻ്റെ സീമയിൽ നിന്ന് അകറ്റി നിർത്തി. ജ്ഞാനസമുദ്രത്തിൽ സ്വയം മുഴുകി. ഭർത്താവിൻ്റെ ജ്ഞാനസമുദ്രത്തിൻ്റെ തീരത്തൊഴിഞ്ഞ ചിപ്പിയായി അവൾ കിടന്നി. ആലംബഹീനയായ പൊടി പോലെയുള്ള ശിശുവിനെ, അമ്മയില്ലാത്ത അശ്വത്ഥാമാവിനെ അവൾ വളർത്തിക്കൊണ്ടുവന്നു. വത്സല്യരസം നനച്ച അവനെ മുത്തനായി മാറ്റുവാൻ ജീവിതകാലം മുഴുവൻ തപസ്സനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. അശ്വത്ഥാമാവാണ് ഹരിതയുടെ ഏക ജീവിത സ്പന്ദനം. ഹരിതയുടെ ത്യാഗസുരബലമായ ജീവിതം എങ്ങനെ ഉദ്ഭുതമാകുന്നു! അവരുടെ പാദങ്ങളിൽ ഞാൻ ശിരസ് നമിക്കുന്നു. പക്ഷേ ഹരിതയ്ക്ക് ആവശ്യം എൻ്റെ ഭക്തിയല്ല, എൻ്റെ ചങ്ങാത്തവും സാന്നിധ്യവുമാണ്. ഹരിത ത്യാഗത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും മൂർത്തിയാണ്. എനിക്കവരോട് വലിയ ഇഷ്ടം തോന്നി. അവർ എൻ്റെ സൗഹൃദത്തെ സാദരം സ്വീകരിച്ചു. അർജുനൻ വനവാസത്തിന് പോയ ശേഷം ഞാൻ പല പ്രാവശ്യം ഹരിതയുടെ കൂടെ കഴിഞ്ഞു. ഹരിതയെ കാണുമ്പോൾ ഞാൻ ഭർത്തൃപ്രയോഗം മറക്കും. ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ടും ഹരിത വനവാസം നയിക്കുകയാണെന്ന് തോന്നും. ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കുന്നത് അത്രത്തോളം ക്ലേശകരമല്ല. ഹരിതയെ കാണുമ്പോൾ ഞാൻ എൻ്റെ ദുഃഖം മറക്കും. ഹരിതയുടെ സംയമനവും പാതിവൃത്യവും ത്യാഗവും കർത്തവ്യവും പാരായണതവും എനിക്ക് ശക്തി പകരും. ചിലപ്പോൾ ഹരിത ഉള്ളു തുറന്ന് സംസാരിക്കും. ദ്രോണാചാര്യൻ കൗരവപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിൽ ക്ഷോഭം പ്രകടിപ്പിക്കും. എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ അപൂർണങ്ങളായ ആഗ്രഹങ്ങളുടെ വേദനയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അവർ ആഗ്രഹങ്ങൾക്കും ആസക്തികൾക്കും ആദിജീവനായി കഴിഞ്ഞു. അശ്വത്ഥാമാവിനെ ദ്രോണാചാര്യൻ അനുയോജ്യനായ പുത്രനായി വളർത്തുന്നതൊഴുകി ഒരാഗ്രഹവും അവർക്കില്ലാതെയായി. ഹരിതയുമായി എൻ്റെ അടുപ്പം വർദ്ധിച്ചു വന്നു. മനസ്സിൻ്റെ സങ്കുചിതത്വം ക്രമേണ കുറഞ്ഞു വന്നു. പരിഭവവും അഹങ്കാരവും ക്രോധവും കുറഞ്ഞു വന്നു. ഹരിതയോട് അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ വളരെ ചെറിയവളായിത്തീർന്നു. എന്നാൽ ഹരിത തൻ്റെ സഹജമായ ഉദാരതയോടെ മഹിമയായി കഴിഞ്ഞത്. അവർ പറയുമായിരുന്നു, കൃഷ്ണയെ നിങ്ങൾ ആര്യാവർത്തത്തിലെ മാതൃകാ വനിതയാണ്. നിങ്ങളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ സാഹസവും ധൈര്യവും ബുദ്ധിശക്തിയും കർത്തവ്യനിഷ്ഠയും ആത്മാഭിമാനവും സ്ത്രീവർഗത്തിന് മാതൃകയായി കണക്കാക്കപ്പെടും. നിങ്ങളുടെ പവിത്രത സൗന്ദര്യത്തിൽ പൗരുഷമാർഗം മുഴുവൻ നിങ്ങളുടെ അതീശത്വം അംഗീകരിക്കും. ഇത് കാരണം കർമ്മപത്നിയായ ഋതുവതിക്ക് ഉള്ളാലെ നിങ്ങളോട് അസൂയയുണ്ട്. ഋതുവതിക്ക് എന്നോട് അസൂയയുണ്ടെന്നോ? ഹരിത ശാന്തസ്വരത്തിൽ പറയും. ആർക്കായാലും അസൂയ തോന്നും. കർണൻ നിങ്ങളാൽ തിരസ്കൃതനായതിൻ്റെ അപമാനം ഇനിയും മറന്നിട്ടില്ല. ആ അപമാനത്തിൻ്റെ ജ്വാലയിൽ അദ്ദേഹം അസ്വസ്ഥനാ, ക്ഷുബ്ധനാ. കർണനും അർജുനനും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അർജുനൻ വിനയസമ്പന്നനും ഉദാരനും അഹങ്കാരഹിതനുമാണ്. ശ്രീകൃഷ്ണന് മുന്നിൽ സ്വയം സമർപ്പിതനുമാണ്. എന്നാൽ കർണൻ അഹങ്കാരിയും പ്രതികാരദാഹിയുമാണ്. ഈശ്വരനേക്കാൾ അധികവും സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്നവനാണ്. ശൗര്യവും പൗരുഷവും ശക്തിയുമാണ് പുരുഷന്റെ ആഭൂഷണങ്ങൾ. ആ വിധത്തിൽ നോക്കിയാൽ കർണൻ ഒരു തരത്തിലും അർജുനനേക്കാൾ പിന്നിലല്ല. നിങ്ങൾ മൂലമുണ്ടായ അപമാനത്തിന് പകരം വീട്ടുവാൻ വേണ്ടിയാണ് അദ്ദേഹം കൗരവന്മാരുടെ കൂടെ ചേർന്നത്. അല്ലായിരുന്നുവെങ്കിൽ കൗരവന്മാരുടെ സഹായമില്ലാതെ കർണന് തൻ്റെ വീര്യത്തിൻ്റെയും ശൗര്യത്തിൻ്റെയും ബലത്തിൽ ഭൂമിയിലെ അധീശനാകുവാൻ കഴിയുമായിരുന്നു. ഹരിതയുടെ വാക്കുകൾ കേട്ട് എൻ്റെ മനസ്സിൽ കർണനോട് സഹാനുഭൂതിയും ആദരവും വർദ്ധിച്ചു. കർണൻ പാണ്ഡവ വിരോധി ആയതിന് പിന്നെ വേണ്ടുവോളം യുക്തിയില്ലേ? അപമാനത്തിന് പകരം വീട്ടുന്നത് പുരുഷോചിതമല്ല. അടുത്ത നിമിഷം അന്തരാത്മാവ് ചഞ്ചലമായി. കർണനെ പോലെ ബുദ്ധിമാനും ശൂരനുമായ പുരുഷൻ കൗരവന്മാരുടെ ദുഷ്ടബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവന്മാർ സമാധാനപൂർവ്വം രാജ്യഭരണം നടത്തുന്നത് എങ്ങനെയാണ്? അർജുനനോട് ദ്രോണാചാര്യരുടെ മനസ്സിൽ അപാരമായ സ്നേഹമുണ്ട്. അതിനേക്കാളേറെ സ്നേഹവും ഹരിതയുടെ മനസ്സിലുണ്ട്. അർജുനന്റെ വനവാസം കാരണം ഹരിതയും ദുഃഖിതയാണ്. നെടുവീർപ്പ് കൊണ്ട് അവൾ പറയും, അർജുനന്റെ ബാല്യവും യൗവനവും വനത്തിൽ നിന്നേ കഴിഞ്ഞു കൂടും. കൗരവന്മാരുടെ വക്രബുദ്ധി കാരണം സത്യനിഷ്ഠനായ അർജുനനെ പിന്നീട് മനഃപൂർവ്വം വനവാസത്തിന് പോയി. കൃഷ്ണയ്ക്ക് അദ്ദേഹത്തോടുള്ള പ്രേമത്തിന് ഒട്ടും കുറവ് വരുത്തരുത്. നിങ്ങളുടെ പ്രേമം കുറഞ്ഞാൽ അദ്ദേഹം ഭീമനെ പോലെ അവകാശവാദം ഉന്നയിച്ച് ബഹളം വയ്ക്കുകയില്ല. വീണ്ടും എന്തെങ്കിലും ന്യായം പറഞ്ഞ് ദൂരെ പോകും. എന്നിട്ട് നിങ്ങളുടെ പ്രേമത്തിന് വേണ്ടി മൗനസാ സാധനയിൽ ഏർപ്പെടും. കഴിഞ്ഞ 12 വർഷത്തെ വനവാസത്തിൽ അർജുനൻ നിങ്ങളുടെ പ്രേമത്തിന് വേണ്ടി മൗനസാധന നടത്തുകയായിരുന്നു. ഹരിതയുടെ വാക്കുകൾ എൻ്റെ അന്തരംഗണത്തെ ആർദ്രതമാക്കി. അർജുനൻ മടങ്ങി വന്നാൽ എൻ്റെ വിദ്യയും ബുദ്ധിയും ആചരണങ്ങളും വിചാരണങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തെ സേവിക്കുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് ഞാൻ പറയും, അങ്ങനെ മത്സരത്തിൽ ജയിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ അങ്ങയുടേതാണ്. ഇനി ഞാൻ അങ്ങയുടെ ആഗ്രഹം പ്രകാരം നടക്കാം. അങ്ങയുടെ ആഗ്രഹപ്രകാരം നടക്കുമ്പോൾ വഴിയിലെ പാപപുണ്യങ്ങളെ ഞാൻ ഭയക്കുകയില്ല. അങ്ങൻ്റെ ആത്മാവിനെ ജയിക്കും. എന്നെ പരാജയപ്പെടുത്തൂ. ഹേ അർജുന, അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാൻ.
അർജുനൻ മടങ്ങി വരികയാണ്. 12 വർഷത്തെ മൗന തപസ്സിന് ശേഷം ദ്രൗപദിയുടെ പ്രേമം നേടുന്നതിനുള്ള ആശങ്കയോടെ മടങ്ങി വരുന്നു. നാഗകന്യകയായ ഉലൂബി പാതാളപുരിയിലും ചിത്രാംഗത മണിപ്പൂരിലും ആര്യ കലിംഗദേശത്തും താമസിക്കുന്നു. അവരെല്ലാം വിട്ട് അർജുനൻ മടങ്ങി വരുന്നു. ആർക്കു വേണ്ടിയാണ് അദ്ദേഹം മടങ്ങി വരുന്നത്? സുന്ദരിയായ ഭാര്യമാരെ വിരഹാഗ്നിയിൽ കത്തിയിരിക്കുവാൻ വിട്ട ശേഷം ആർക്കു വേണ്ടിയാണ് അദ്ദേഹം മടങ്ങി വരുന്നത്? എനിക്ക് വേണ്ടി മാത്രം. Today,